മറ്റൊരു വാർത്തകളിലേക്ക് പോകണം. കോൺഗ്രസ് നേതാവ് കെ.പി. കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. മുൻ ഉദുമ MLA ആണ്. ദീർഘകാലം KPCC ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. നമുക്കറിയാം കരുണാകരനുമായി ഏറെ അടുപ്പം പുലർത്തിയ ഒരു നേതാവ് എന്ന വിശേഷണം കൂടി ഉണ്ട്. കിരൺ ബാബു, നമുക്കറിയാമെന്ന ഈ കരുണാകരന്റെ പ്രതാപകാലത്ത് രാഷ്ട്രീയത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു നേതാവായിരുന്നു കുഞ്ഞിക്കണ്ണൻ. മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഓർത്തെടുക്കാം കുഞ്ഞിക്കണ്ണനെ കുറിച്ച്? കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കെ.പി. കുഞ്ഞിക്കണ്ണൻ ഇന്ന് രാവിലെ 5:30 അന്തരിച്ചത്. കഴിഞ്ഞ ഈ മാസം 4-ാം തീയതി അദ്ദേഹത്തിന് ഒരു വാഹനാപകടം ഉണ്ടായിരുന്നു. വാഹനാപകടത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ വാരിയലിലടക്കം തകർന്നിരുന്നു. അദ്ദേഹം മിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹം വെന്റിലേറ്ററിലായിരുന്നു. ഇന്ന് രാവിലെ 5:30 75 വയസ്സുകാരനായ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കെ.പി. കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചത്. അദ്ദേഹം 87-ൽ ഉദുമ MLA ആയിരുന്നിട്ടുണ്ട്. എല്ലാ കാലത്തും കരുണാകരന്റെ വിശ്വസ്തനായ നേതാവ് എന്ന നിലയിൽ കൂടി അറിയപ്പെട്ട സൗമ്യനായ ഒരു നേതാവ് കൂടിയാണ്. കാസർഗോഡ് DCCയുടെ പ്രസിഡന്റായിരുന്നു ദീർഘകാലം അദ്ദേഹം. അതോടൊപ്പം തന്നെ കരുണാകരൻ പാർട്ടി വിട്ട് DAC രൂപീകരിക്കാൻ പോകുന്ന കാലത്ത് കോൺഗ്രസിൽ KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് കരുണാകരനൊപ്പം DACയിൽ ഉറച്ചു നിന്നു. DACയിൽ നിന്ന് പ്രധാനപ്പെട്ട പല നേതാക്കളും DAC കാര്യമായ രീതിയിലേക്ക് മുന്നേറ്റം ഉണ്ടാവാതിരിക്കുകയൊക്കെ ചെയ്ത ഘട്ടത്തിൽ പല നേതാക്കളും വിട്ട് കോൺഗ്രസിലേക്ക് മടങ്ങിയ ഘട്ടത്തിൽ ഒന്നും മടങ്ങാതെ പൂർണ്ണമായും കരുണാകരനൊപ്പം തന്നെ അവസാന നിമിഷം വരെയും ഉറച്ചു നിന്ന നേതാവ്.